ഹായ് ഫ്രണ്ട്സ്, SHR ഫാമിലിയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് എൻ്റെ അടുക്കളയുടെ പുറകു സൈഡിലായിട്ട് ഞാൻ കുറച്ച് പാവലും നിത്യവഴുതനയും നട്ടായിരുന്നു. പാവയ്ക്ക നമുക്ക് വിളവെടുക്കാം. കുറേ പാവയ്ക്ക ഇവിടെ കായ്ച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ അത്യാവശ്യത്തിന് ഈ 3 എണ്ണം പറിച്ചെടുക്കാം. ഇത് കണ്ടോ ഗൈസ്, നമ്മൾ പറിച്ചെടുത്തിട്ടുണ്ട്. നല്ല മൂത്തതാണ്. നിങ്ങൾ വിചാരിക്കും ഇത് മൂത്തിട്ടില്ലെന്ന്, പക്ഷേ നല്ല ഫ്രഷ് നല്ല മൂത്ത പാവയ്ക്കയാണ്. ഇനി കുറേ ഇവിടെ കൂട് കെട്ടിയിട്ട്, മഴയല്ലേ, അതുകൊണ്ട് കൂട് കെട്ടി ഇഷ്ടംപോലെ പാവയ്ക്ക നിൽപ്പുണ്ട്. ഇവിടെ ഒരു 5-8 പാവയ്ക്കയുടെ മേളിൽ കായ്ച്ച് നിൽപ്പുണ്ട്. അപ്പോൾ ഇതുപോലെ സ്ഥലമില്ലാത്തവർക്കും ഇങ്ങനെ ഇത് കണ്ടോ ഗൈസ്, ഇപ്പോൾ ഇന്ന സ്ഥലത്തിലാണ് ഞാൻ ഈ പാവൽ കയറ്റിയിട്ടേക്കുന്നത്. ഒരു ചെറിയ വല കെട്ടിയിട്ട് നല്ല അടിപൊളിയായിട്ട് പാവൽ കയറ്റി വിട്ടേക്കുവാണ്. അപ്പോൾ ഇതിനകത്ത് കായ്ക്കുന്നുണ്ട്. നമുക്ക് അത്യാവശ്യം ഇപ്പോൾ മഴക്കാലം ആകുമ്പോൾ നമുക്ക് നമ്മുടെ മുറ്റത്തുനിന്ന് പച്ചക്കറി പറിച്ച് കറി വെക്കുന്നത് വേറൊരു ലെവലാണ്. ആ സന്തോഷം നമുക്ക് പറഞ്ഞറിയിക്കാനേ പറ്റത്തില്ല. ഇത് കണ്ടോ, നമുക്കിന്നിപ്പം ഈ 3 പാവയ്ക്കാൻ മതി നമുക്ക് ഉച്ചക്കത്തേക്ക് തോരൻ വെക്കാനായിട്ട്. അപ്പം നിങ്ങൾക്കും ഇതുപോലെ ചെറിയ സ്ഥലത്തൊക്കെ കൃഷി ചെയ്യാൻ സാധിക്കും. സ്ഥലമില്ലയെന്നും പറഞ്ഞ് ആരും കൃഷി ചെയ്യാതിരിക്കരുത്. മനസ്സുണ്ടെങ്കിൽ മാർഗമുണ്ടെന്ന് പറഞ്ഞതുപോലെ നമുക്ക് മനസ്സുണ്ടെങ്കിൽ കൃഷി ചെയ്യാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ എല്ലാവരും കൃഷിയിലൊക്കെ ഏർപ്പെടാൻ ശ്രദ്ധിക്കുകയും ചെയ്യുക. അപ്പം ബൈ.